നിയമനിർമ്മാണ സഭകളിൽ 33% സീറ്റുകൾ സ്ത്രീകൾക്കായി മാറ്റിവെക്കുന്ന നാരി ശക്തി വന്ദൻ അധിനിയം ഇന്ന് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പുകഴ്ത്തുന്നവരുണ്ട്, ഇതിലെ രാഷ്ട്രീയ കെണികളെ ഭയക്കുന്നവരുണ്ട്. എന്നാൽ ഇതിനിടയിൽ നാം കാണാതെ പോകുന്ന ചില ഗൗരവകരമായ കാര്യങ്ങളുണ്ട്. കേവലം സംവരണം നൽകുന്നത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ മികച്ച ഭരണാധികാരിയാകുമോ? രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്തവർ പാർലമെന്റിലെത്തിയാൽ എന്ത് സംഭവിക്കും? അതോ ഇതൊരു രാഷ്ട്രീയ നാടകം മാത്രമാണോ? നമുക്ക് നോക്കാം. ഒരു ജനപ്രതിനിധി എന്നാൽ ഒരു വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന, അവർക്ക് വിശ്വാസം നൽകാൻ കഴിയുന്ന, അവരുടെ ശബ്ദമായി മാറാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ഇത് ഏതെങ്കിലും സർക്കാർ ജോലിയിൽ സംവരണം നൽകുന്നത് പോലെയല്ല. രാഷ്ട്രീയത്തിൽ യോഗ്യതയാണ് പ്രധാനം. കഴിവുള്ളവർ ആണായാലും പെണ്ണായാലും അവർ തിരഞ്ഞെടുക്കപ്പെടണം. ഇവിടെ കഴിവുള്ള സ്ത്രീകൾക്ക് അവസരം ലഭിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് നൽകുന്നതിൽ അവർ വളരെ പിന്നിലാണ്. മത്സരിക്കാൻ അവസരം ലഭിക്കാത്ത ഒരാൾക്ക് എങ്ങനെ തന്റെ യോഗ്യത തെളിയിക്കാൻ കഴിയും? പുരുഷാധിപത്യമുള്ള പാർട്ടി നേതൃത്വങ്ങൾ പലപ്പോഴും സ്ത്രീകൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ നൽകാറില്ല. ഇവിടെയാണ് സംവരണം ഒരു ഏണിപ്പടിയായി മാറുന്നത്. അത് കഴിവില്ലാത്തവർക്ക് വേണ്ടിയല്ല, മറിച്ച് കഴിവുണ്ടായിട്ടും അവസരം നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ സംവരണം നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ പാകപ്പിഴകൾ നമുക്ക് മുന്നിലുണ്ട്. പലയിടത്തും മെമ്പർ സ്ത്രീയായിരിക്കും, പക്ഷെ ഭരണം നടത്തുന്നത് ഭർത്താവോ പിതാവോ ഒക്കെ ആയിരിക്കും. ഇത് ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സംവരണം വഴി ആദ്യമായി അധികാരത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ചില പരിമിതികൾ ഉണ്ടായേക്കാം. എന്നാൽ രണ്ടാമതും മൂന്നാമതും ഇവർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മികച്ച ഭരണാധികാരികളായി മാറുന്നു. തുടക്കത്തിൽ റബ്ബർ സ്റ്റാമ്പുകളായവർ പിന്നീട് സ്വയം നിലപാടുകൾ എടുക്കാൻ പഠിക്കുന്നു. പഞ്ചായത്തുകളിൽ സംവരണം വന്നതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇന്ന് നമ്മുടെ പൊതുരംഗത്ത് സജീവമായിരിക്കുന്നത്. പാകപ്പിഴകൾ സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി സ്ത്രീകൾക്ക് അധികാരം നിഷേധിച്ചതിന്റെ പ്രതിഫലനമാണ്. സ്ത്രീകൾ ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നത് കേവലം ഒരു സാമൂഹിക നീതിയല്ല, മറിച്ച് അത് നാടിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണെന്നാണ് ആഗോളതലത്തിൽ നടന്ന പഠനങ്ങൾ അടിവരയിടുന്നത്. നോബൽ സമ്മാന ജേതാവായ എസ്തർ ഡുഫ്ലോയും രാഘവേന്ദ്ര ചട്ടോപാധ്യായും ഇന്ത്യയിലെ പഞ്ചായത്തുകളിൽ നടത്തിയ വിപുലമായ പഠനം ഇതിന് ഏറ്റവും മികച്ച ശാസ്ത്രീയമായ ഉദാഹരണമാണ്. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന പഞ്ചായത്തുകളിൽ കുടിവെള്ളം, പൊതുജനാരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 62% ഫണ്ട് ചിലവഴിക്കുന്നതായും അത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിയതായും കണ്ടെത്തി. കൂടാതെ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം കൂടുമ്പോൾ അഴിമതിയുടെ തോത് ഗണ്യമായി കുറയുന്നുണ്ട്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് വനിതാ നേതാക്കൾ ഭരിച്ച രാജ്യങ്ങൾ, ഉദാഹരണത്തിന് ന്യൂസിലാൻഡ്, തായ്വാൻ എന്നിവ പ്രതിസന്ധികളെ കൂടുതൽ ഫലപ്രദമായും മാനുഷികമായും നേരിട്ടത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു തെളിവാണ്. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും കൂടുതൽ നിക്ഷേപം നടത്തുന്നതിലൂടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാൻ സ്ത്രീ നേതൃത്വത്തിന് കഴിയുമെന്ന് ഹാർവാർഡ് ബിസിനസ് റിവ്യൂ പോലുള്ള ആഗോള പ്രസിദ്ധീകരണങ്ങളും വസ്തുതകൾ നിരത്തി വ്യക്തമാക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലും എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. സെൻസസും മണ്ഡല പുനർനിർണയവും കഴിഞ്ഞാലേ ഈ സംവരണം നടപ്പിലാകൂ. അതായത് ഇപ്പോൾ ബില്ല് പാസാക്കിയാലും അത് 2029 അതിന് ശേഷമോ മാത്രമേ പ്രാബല്യത്തിൽ വരൂ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കുറയാൻ സാധ്യതയുള്ള മണ്ഡല പുനർനിർണയത്തിനൊപ്പം വനിതാ സംവരണം കൊണ്ടുവരുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമായാണ് പ്രതിപക്ഷം കാണുന്നത്. മാത്രമല്ല, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ 33% പ്രത്യേക സംവരണം വേണം. അല്ലാത്ത പക്ഷം ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകൾ മാത്രം ഈ അധികാരം കൈയാളുമെന്ന് പ്രതിപക്ഷം ഭയപ്പെടുന്നു. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. ഈ സെൻസസ് നടപടികൾ പൂർത്തിയായാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ. 2026 ശേഷം നടക്കുന്ന ആദ്യ സെൻസസിന് പിന്നാലെ മണ്ഡല പുനർനിർണയം നടത്താമെന്നാണ് നിയമം. ഈ പുനർനിർണയ പ്രക്രിയയിലൂടെ ഓരോ സംസ്ഥാനത്തെയും സീറ്റുകളുടെ എണ്ണം പുതുക്കി നിശ്ചയിച്ചാൽ മാത്രമേ 33% സ്ത്രീകൾക്കായി മാറ്റിവെക്കാൻ കഴിയൂ. 2029 അതിനുശേഷമോ മാത്രമേ ഇത് നടപ്പിലാക്കാൻ സാധ്യതയുള്ളൂ. ഇതിനെയാണ് പ്രതിപക്ഷം പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് വിളിക്കുന്നത്. വോട്ട് ലക്ഷ്യം വെച്ച് ഇപ്പോൾ പ്രഖ്യാപനം നടത്തുകയും നടപ്പിലാക്കുന്നത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന രാഷ്ട്രീയ തന്ത്രമാണിതെന്ന് അവർ ആരോപിക്കുന്നു. വാസ്തവത്തിൽ സ്ത്രീ സംവരണം നടപ്പിലാക്കാൻ 2029 വരെയോ മണ്ഡല പുനർനിർണയം വരെയോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഒഡീഷയിൽ ബിജു ജനതാദളും നിയമം വരുന്നതിന് മുൻപേ തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകി മാതൃക കാട്ടിയവരാണ്. പക്ഷേ പതിറ്റാണ്ടുകളായി പാർട്ടിക്കുള്ളിൽ വേരുറപ്പിച്ചിരിക്കുന്ന പുരുഷ നേതാക്കളെ മാറ്റി നിർത്തി ആ സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകാൻ പാർട്ടി ഹൈക്കമാൻഡുകൾക്ക് ധൈര്യമില്ല. സീറ്റ് നഷ്ടപ്പെടുമെന്ന ഭയത്താൽ പ്രാദേശിക പുരുഷ നേതാക്കൾ ഉയർത്തുന്ന കലാപം ഭയന്നാണ് പലപ്പോഴും ദേശീയ പാർട്ടികൾ സ്ത്രീ സംവരണത്തെ ഒരു പരിധിവരെ എതിർക്കുന്നത്. കൂടാതെ പുരുഷ സ്ഥാനാർത്ഥികൾക്കാണ് കൂടുതൽ പണമൊഴുക്കാനും മസിൽ പവർ ഉപയോഗിക്കാനും കഴിയുക എന്നുള്ള തെറ്റായ ബോധ്യം ഇന്നും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലുണ്ട്. മാത്രമല്ല, ഓരോ മണ്ഡലത്തിലെയും ജാതി സമവാക്യങ്ങൾ നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ലിംഗസമത്വത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം സമുദായത്തിന് നൽകപ്പെടുന്നു. ചുരുക്കത്തിൽ നിയമം വരുമ്പോൾ മാത്രം സംവരണം നൽകാമെന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒളിച്ചുകളിയാണ്.
ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഈ നിമിഷം തന്നെ മാറ്റങ്ങൾക്ക് തുടക്കമിടാം. പക്ഷേ അധികാര കസേരകൾ സംരക്ഷിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. വനിതാ സംവരണം കേവലം തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി അവശേഷിക്കരുത്. പിന്നോക്ക വിഭാഗങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അത് എത്രയും വേഗം നടപ്പിലാക്കിയാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം പൂർണ്ണമാകൂ. പാർലമെന്റിലെ 800-ലധികം കസേരകളിൽ കാൽഭാഗത്തോളമെങ്കിലും സ്ത്രീകൾ ഉണ്ടാകേണ്ടത് ഒരു ഔദാര്യമല്ല, അതൊരു തിരുത്തലാണ്. പക്ഷേ ആ കസേരകളുടെ കാലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന്റെയും ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ ശബ്ദത്തെയും വെട്ടിമുറിച്ചുകൊണ്ടാണെങ്കിൽ അതിൽ നീതിയുണ്ടാകില്ല.